കാണിക്കാം. അപ്പോൾ ഞാനിന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ക്ലൈംബ് ചെയ്യാനായിട്ട് ഒരു ട്രെല്ലസ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ട്രെല്ലസ് പലതരം ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 4 റോഡ് ഇങ്ങനെ ഇവിടെ കുത്തി ഇതിനകത്ത് ബെഡ് മേലെ, എന്നിട്ട് ഇതേപോലത്തെ ഒരു നെറ്റ്, ഒരു റെഡിമെയ്ഡ് നെറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇവിടെ. ഞാനിങ്ങനെ അത് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കാൻ പോവാണ്. മുകളിൽ പടരാനായിട്ട് ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇവിടെ ഭയങ്കര കാറ്റൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടണമെങ്കിൽ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറ് വെച്ച് കെട്ടിയാണ് നമ്മുടെ സെറ്റായി വെച്ചിട്ട് ഒന്നും കൂടെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് കെട്ടിക്കൊടുക്കും. കറക്റ്റ് ഈ നെറ്റ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് നെറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അങ്ങോട്ട് കെട്ടിയാൽ മതി. ഇതാണ് നമ്മൾ നട്ട പയർ. ഈ സൈഡിലെ പയർ മുളച്ചിട്ടുണ്ട്. മറ്റുള്ള പയറുകൾ ഇങ്ങനെ മുളച്ച് വരുന്നേ ഉള്ളൂ. വിൻ്റർ ആയതുകൊണ്ട് പലതിനും പല ടൈമിംഗ് ആണ്. ബട്ട് ഇവിടെ ഇപ്പോൾ 4 എണ്ണം മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്ന് ക്ലൈംബ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുത്താണ്. സോ ഈ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത സൈഡും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് പോകും. ഇതിപ്പോൾ 7 അടി ഉണ്ട്. അപ്പോൾ മേളിലേക്ക് ഇനി പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരെണ്ണം കൂടെ മേളിലേക്ക് കെട്ടിക്കൊടുക്കും. സോ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ പാക്കറ്റിലാണ് ഇത് വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഗാർഡൻ പർപ്പസിന് വേണ്ടിയിട്ട് വരുന്നതാണ്. സോ ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വർഷം കഴിയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന്.
സോ ഇതാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ നമ്മുടെ ട്രെല്ലസ് ഇങ്ങനെ നമ്മുടെ പയറ് താഴെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ക്ലൈംബ് ചെയ്തോളും. പിന്നെ ചെറിയ ചെറിയ പയറുകൾ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ടെറസിൽ ഈ സൈഡ് മുഴുവനും നമ്മൾ ചെയ്തിട്ടുണ്ട്. പയർ എവിടെയാണോ നട്ടേക്കുന്നത് അത്രയും ഭാഗം നമ്മളിങ്ങനെ ടെറസ് വെച്ച് ക്ലൈംബ് ചെയ്യാനായിട്ട് അതിന് നമ്മൾ സപ്പോർട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു പ്രോജക്റ്റ് ഇതാണ്. Alright, see you next time. Bye.